ലോകമെമ്പാടും ഏപ്രിൽ 1 ഏപ്രിൽ ഫൂളായിട്ട് ആഘോഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട്, ആളുകളെ വിഡ്ഢിയാക്കിക്കൊണ്ട്, ആളുകളെ ഫൂളാക്കിക്കൊണ്ട്, ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ആർമാദിക്കുന്ന ഒരു തലമുറ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്, അനുഭവിക്കാറുള്ളതാണ്. ഈ ഏപ്രിൽ ഫൂളിന് പിന്നിൽ കുറേ സിദ്ധാന്തങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കുറേ കഥകളൊക്കെ ഇങ്ങനെ കേൾക്കപ്പെടാറുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ രാജാവായിരുന്ന ചാൾസ് 9 തൻ്റെ അധികാര രാജ്യത്ത് ജൂലിയൻ കലണ്ടറിൽ നിന്നും ഗ്രിഗേറിയൻ കലണ്ടറിലേക്ക് ഒരു മാറ്റം നടപ്പിലാക്കി. അപ്പോൾ ഈ മാറ്റത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും പുതുവത്സരമായിട്ട് ആഘോഷിച്ചിരുന്നത് മാർച്ച് 25 മുതൽ ഏപ്രിൽ 1 വരെയായിരുന്നു. ഈ ഏപ്രിൽ 1 വരെയായിരുന്നു അവർ പുതുവത്സരമായിട്ട് ആഘോഷിച്ചിരുന്നത്. ഈ കാലയളവിൽ ധാരാളം ആളുകൾ പരസ്പരം സമ്മാനങ്ങളൊക്കെ കൈമാറുകയും ആഘോഷിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഗ്രിഗേറിയൻ കലണ്ടറിലേക്കുള്ള മാറ്റം വന്ന സമയത്ത് പുതുവത്സരം ജനുവരി 1 മാറ്റി. എന്നാൽ ഈ വിവരം വൈകി ലഭിച്ചവരോ അല്ലെങ്കിൽ പഴയ രീതിയിൽ തുടരാൻ ആഗ്രഹിച്ചവരോ ആയിട്ടുള്ള കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊന്നും അറിയാത്ത കുറേ ആളുകൾ ഉണ്ടായതുകൊണ്ടും പഴയ രീതിയിൽ തന്നെ ജൂലിയൻ കലണ്ടർ പ്രകാരം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു താല്പര്യം കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇവരെ ഏപ്രിൽ ഫൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ തുടങ്ങി. വ്യാജ സമ്മാനങ്ങളും സന്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഇവർ ജനങ്ങളെ പറ്റിക്കാനും മറ്റൊക്കെ തുടങ്ങി. ഇതാണ് ഇന്ന് കാണുന്ന ഒരു ഏപ്രിൽ ഫൂൾ പ്രാങ്ക് എന്നതിൻ്റെ തുടക്കമെന്നാണ് പലതും കരുതുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കഥ കേൾക്കപ്പെടാറുണ്ട്. പുരാതന റോമൻ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു കഥ. ഹിലേറിയ എന്ന് പറയുന്ന ഒരു ഉത്സവം, അത് പഴയ ഏപ്രിൽ ഫൂളിൻ്റെ ദിനത്തിൽ റോമിൽ നടന്നിരുന്ന ഒരു വലിയ ഉത്സവമാണ്. ഈ ഉത്സവത്തിൻ്റെ അന്ന് ആളുകളൊക്കെ വളരെ ആർമാദിച്ച് ആഘോഷിക്കും. അതായത് മാർച്ചിൻ്റെ അവസാനത്തിലാണ് ആഘോഷം നടക്കുക. ആളുകളൊക്കെ വളരെ വ്യാജ വേഷങ്ങളൊക്കെ ധരിച്ച് മറ്റുള്ളവരുടെ കോലങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവരെ കളിയാക്കുക, ഭരണാധികാരികളെപ്പോലും പരിഹസിക്കുക, ഇങ്ങനെ ഒരു തമാശാ ദിനം അന്നൊക്കെ നടന്നിരുന്നു എന്ന് കേൾക്കപ്പെടാറുണ്ട്. മനഃശാസ്ത്രപരമായിട്ട് ആളുകൾക്ക് ചിരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെറിയ രൂപത്തിലൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു ദിവസം അനുവദിക്കുക, അതുമൂലം സാമൂഹിക ബന്ധം ശക്തമാക്കുക എന്നുള്ള അന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിലീസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അവർ നടത്തി. അങ്ങനെ നടത്താനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുമൂലമുണ്ടായതാണ് എന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും വിഡ്ഢിയാക്കുക, കബളിപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഫൂൾ എന്ന് പറയുന്ന ആ ഒരു പദത്തിനോട് യോജിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏപ്രിൽ ഫൂളിൻ്റെ അന്നൊക്കെ നടക്കാറുള്ളത്. പലപ്പോഴായിട്ടും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. വല്ലാണ്ട് ഓവറായിട്ട് ഒരാളെ പേടിപ്പിക്കുക, ഏപ്രിൽ ഫൂളാണ് എന്നുള്ളൊരു ഓർമ്മയില്ലാത്ത ആളുകളെ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് മറ്റുമൊക്കെ പേടിപ്പിക്കുക. ഹോസ്പിറ്റലിൽ എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചിട്ട് അവസാനം ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വിഡ്ഢിയാക്കുക. ഇതൊക്കെ ഒരു ഹരമായിട്ട് യൂറോപ്യൻ കൺട്രികളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ള വളരെ മോശമായ സംസ്കാരങ്ങളാണ്. ഈ സംസ്കാരങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും പറ്റില്ല. കാരണം ഒരാളെ കബളിപ്പിക്കുക, പറ്റിക്കുക എന്ന് പറയുന്നത് മുനാഫിഖിൻ്റെ ലക്ഷണമാണ്. നരകത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുകൊണ്ട് വേവിക്കപ്പെടുന്ന, ശിക്ഷ ലഭിക്കപ്പെടുന്ന വിഭാഗമാണ് മുനാഫിഖീങ്ങൾ. ആ മുനാഫിഖീങ്ങളുടെ അടയാളമായിട്ട് പറയുന്നത് അവൻ സംസാരിച്ചാൽ കളവേ പറയുമെന്നാണ്. കളവ് പറയുന്ന മുനാഫിഖിൻ്റെ ലക്ഷണം അത് വളരെ അപകടമുള്ളതാണ്. ആ അപകടമുള്ള ലക്ഷണം ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തമാശക്ക് പോലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഏപ്രിൽ 1 മാത്രം കളവ് പറയുക അങ്ങനെയൊന്നുമില്ല. ജീവിതത്തിൽ തന്നെ കളവ് പറയൽ വളരെ നിഷിദ്ധമാണ്. ഏപ്രിൽ 1 മറ്റുള്ള ദിവസങ്ങളിലായാലും കളവ് പറയൽ ഹറാമാണ്, തെറ്റാണ്, കുറ്റകരമാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഹിത എന്ന് പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ കളവ് പറയൽ വളരെ നിർബന്ധമായിട്ട് ഇസ്ലാം കണക്കാക്കുന്നുണ്ട്. വളരെ നിർബന്ധമായിട്ടെന്ന് പറഞ്ഞാൽ അത്രക്കും ഗൗരവമുള്ള വിഷയത്തിൽ കളവ് പറഞ്ഞാലേ അവിടെ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത്, കളവ് പറയൽ നിർബന്ധമായി പോകുന്ന ഒന്നാമത്തെ കാരണം, ഒരു നല്ലൊരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു അക്രമിയായ ഒരാൾ അന്വേഷിച്ച് വരുമ്പോൾ ആ നല്ല മനുഷ്യൻ്റെ എവിടെയാണെങ്കിൽ പോലും അവനെ സംബന്ധിച്ച് എന്തറിയാമെങ്കിലും ആ സമയത്ത് കള്ളം പറയൽ നിർബന്ധമാണ്. കാരണം ആ സമയത്ത് സത്യം പറഞ്ഞാൽ ആ നല്ല മനുഷ്യനെ അക്രമിയായ ആൾ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്യും. ഈ സമയത്ത് സത്യം പറയൽ അവിടെ ഹറാമായിട്ട് ശരീഅത്ത് കണക്കാക്കുന്നുണ്ട്. കാരണം ഒരാളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കള്ളം പറയേണ്ടി വരുന്നത്.
രണ്ടാമത്തെ കള്ളം പറയൽ നിർബന്ധമായി വരുന്നത് ഒരു നല്ല മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ട്, കൊല്ലാനൊന്നല്ല, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആ നല്ല മനുഷ്യൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടോ മറ്റോ ഗുണ്ടകളായിട്ടുള്ള ആളുകളോ അക്രമിയായിട്ടുള്ള ആളുകളോ വരുന്ന സമയത്തും അവിടെ സത്യം പറയൽ ഹറാമായിട്ട് വരും. മൂന്നാമത്തേത് തൻ്റെ അടുത്തുള്ള ഒരു സൂക്ഷിപ്പ് സ്വത്ത്, തൻ്റെ അടുക്കലുള്ള ഒരു മുതൽ അത് മോഷ്ടിക്കാനോ അല്ലെങ്കിൽ അതിനെ ആക്രമിച്ചെടുക്കാനോ വേണ്ടിയിട്ട് ഒരാൾ അതിനെ ചോദിച്ചു കൊണ്ട് വരുന്ന സമയത്ത് തൻ്റെ കയ്യിൽ മുതലില്ല എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കള്ളം പറയൽ നിർബന്ധമാണ്. കാരണം അവിടെ അക്രമി ഒരു പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മളെ ഹീനപ്പെടുത്താൻ, നമ്മളെ വേദനിപ്പിക്കാൻ, നമ്മളെ ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത്, നമ്മുടെ ഇർദ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ ജീവന് ഹാനി സംഭവിക്കുന്ന, ജീവന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ജീവനാണ് പ്രധാനം കൊടുക്കേണ്ടത് എന്ന് ശരീഅത്ത് പഠിപ്പിക്കുന്നുണ്ട്. ജീവന് ഒരിക്കലും വല തുൽഖു ഐദീക്കും ഇല തഹലുക, ഒരിക്കലും നാശത്തിലേക്ക്, മരണത്തിലേക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ ഇട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോൾ സ്വയം നശിക്കാനോ സ്വയം ഇല്ലാണ്ടാക്കാനോ നമ്മുടെ ശരീരത്തെയോ മറ്റുള്ള മുഅ്മിനീങ്ങളുടെ ശരീരത്തെയോ ഒരിക്കലും കൊലക്ക് കൊടുക്കാനോ മറ്റോ പാടില്ല. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ കള്ളം പറയൽ നിർബന്ധമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ശരീഅത്ത് കള്ളം പറയാൻ പറ്റുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ കള്ളം പറയലിനെ അനുവദിക്കുന്ന കുറച്ച് സാഹചര്യമുണ്ട്. അവിടെ കള്ളം പറയാനൊക്കെ പറ്റും, കാരണം ഗുണമുള്ള കാര്യങ്ങളായതുകൊണ്ട് എന്ന് ശരീഅത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കള്ളം പറയലിനെ പ്രോത്സാഹിപ്പിക്കലല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചില ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ കള്ളം പറയൽ അനുവദനീയമായി വരുന്ന ഒന്നാമത്തേത് രണ്ടു പേർക്കിടയിലുള്ള പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ടു പേർക്കിടയിലുള്ള ഒരു തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയേണ്ടി വന്നാൽ, അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കളവ് പറയേണ്ടി വന്നാൽ കളവ് പറയാം, അത് അനുവദനീയമാണ്. അപ്പോൾ രണ്ടുപേരുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് കളവ് പറയേണ്ടി വരും. ആ കളവ് പറയൽ കൊണ്ട് പ്രശ്നമല്ല ഉണ്ടാകുന്നത് എന്നും കൂടി മനസ്സിലാക്കും. പ്രശ്നം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ കളവ് പറയാൻ പാടില്ല. രണ്ടുപേർക്കിടയിൽ താൽക്കാലിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാൻ അവിടെ സ്കോപ്പുണ്ട്. കളവ് പറഞ്ഞാൽ പിണക്കം പരിഹരിക്കപ്പെടുകയും രണ്ടുപേരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാനും അവരുടെ ബന്ധം സുദൃഢമാക്കാനും പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ കള്ളം പറയൽ അനുവദനീയമാണ്. രണ്ടാമത്തേത് നമ്മുടെ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കളവ് പറയേണ്ടി വന്നാൽ, അത് ശ്രദ്ധിക്കണം, കളവ് പറയേണ്ടി വന്നാൽ നമുക്ക് കളവ് പറയേണ്ടി വരാം. അവിടെ കളവ് പറയൽ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, അനുവദനീയമാണ്. അപ്പോൾ ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ജീവിതത്തിലൊക്കെ സ്വാഭാവികമായിട്ട് കളവ് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ കളവ് പറയേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ അതിന് ഹറാമിൻ്റെ ശിക്ഷ ഉണ്ട് എന്ന് ശരീഅത്ത് പറയുന്നില്ല. അതുകൊണ്ട് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രം അനുവദനീയമാണ്. മൂന്നാമത്തത് മക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ജീവിതത്തിലൊക്കെ നമുക്കറിയാം, നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, മക്കൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആ വിഷയം മറച്ചു വെച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് മക്കളുടെ മുന്നിലേക്ക് ഒഴിഞ്ഞു മാറാൻ. അപ്പോൾ ഈ സന്താനങ്ങളെ, മക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കളവ് പറയേണ്ടി വന്നാൽ അവിടെ കളവ് പറയാം. വെറുതെ ഇങ്ങനെ കള്ളം പറയാൻ പാടില്ല, അത് മുനാഫിഖിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ ചില സാഹചര്യങ്ങളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കളവ് പറയാം. നാലാമത്തേതായിട്ട് നമ്മൾ രഹസ്യമായി ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു അധികാരപ്പെട്ട ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നമ്മളത് ഉത്തരം പറഞ്ഞാൽ നമ്മളവിടെ വഷളാകപ്പെടുകയും നമ്മുടെ അഭിമാനം പിച്ചു ചീന്തപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ രഹസ്യമായി ചെയ്ത തെറ്റ്, ആ തെറ്റിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അവിടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ തോപ ചെയ്ത് കാണാൻ മടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ തോപ ചെയ്ത് നമ്മൾ നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ടാകും. നമ്മൾ ആത്മീയമായിട്ടുള്ള മടക്കത്തിന് ശേഷം നമ്മളൊക്കെ തോപ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് തോപ ചെയ്തിട്ട് പാപമോചനം തേടിയിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് മാറിയ ശേഷം പിന്നീട് ആ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് കള്ളം പറയാം എന്നാണ് ശരീഅത്ത് പഠിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ അങ്ങനെ കള്ളം പറയാൻ പറ്റില്ല എന്നും കൂടി മനസ്സിലാക്കാം. അഞ്ചാമത്തെ ഒരു അവസരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തൻ്റെ സഹോദരനെ കുറിച്ചിട്ട് അവൻ്റെ തനിക്ക് മാത്രം അറിയാവുന്ന അവൻ്റെ രഹസ്യങ്ങളെ സംബന്ധിച്ച് അധികാരപ്പെട്ട ആരെങ്കിലൊക്കെ ചോദിച്ചാൽ നമുക്ക് അവനെ പെടുത്താതിരിക്കാൻ, നമ്മുടെ ബന്ധം കളയാതിരിക്കാനും വേണ്ടിയിട്ട് കള്ളം പറയൽ അനുവദനീയമാണ്. ഇത്തരം സാഹചര്യത്തിൽ കള്ളം പറഞ്ഞു എന്നതിൻ്റെ ഒരു ഹറാമിൻ്റെ ശിക്ഷ നമ്മളിലേക്ക് വരില്ല. അപ്പോൾ തൻ്റെ സഹോദരനെ സംബന്ധിച്ച് ഒരു പക്ഷേ ആ ഒരു സത്യം തുറന്നു പറഞ്ഞാൽ നമ്മുടെ ബന്ധം ഇത്ര കാലം നമ്മൾ പടുത്തുയർത്തിയ സ്നേഹബന്ധം മുറിഞ്ഞു പോകും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സ്വന്തം സഹോദരനുമായിട്ടുള്ള ബന്ധം കളയണ്ട എന്ന് കരുതിയിട്ട് ചില നിമിഷങ്ങളിൽ ചില കള്ളങ്ങളൊക്കെ പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു കള്ളം ആ പറയൽ കൊണ്ട് ശരീഅത്ത് അവനെ കള്ളനായിട്ടോ കളവ് പറയുന്നവനായിട്ടോ ഹറാമിൻ്റെ വിധിയിൽ പെടുന്ന രൂപത്തിലോ കണക്കാക്കുന്നില്ല. മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, ഒരാൾ തൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരുത്തൻ്റെ ഭാര്യയെ അവളെ സമ്മതത്തോടു കൂടി വ്യഭിചരിച്ചു. അത് അവളുടെ ഭർത്താവ് അറിയുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവൾ വഴിപ്പെട്ടതല്ല, ഞാൻ അവളെ നിർബന്ധിച്ചതാണെന്ന് കളവ് പറയാം. അവിടെ ആ ഒരു ബന്ധം സ്വാഭാവികമായിട്ടും ആ ഒരു ബന്ധം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ
സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ പ്രശ്നത്തിൽ നമുക്ക് കളവ് പറയാമെന്നൊക്കെ ശരീഅത്ത് പറയുന്നുണ്ട്. വ്യഭിചാരം വലിയ തെറ്റാണ്. വ്യഭിചാരത്തിന് വലിയ മാപ്പ് അർഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, അവിടെ അവളുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് വ്യഭിചരിച്ചത് എന്നുണ്ടെങ്കിൽ പോലും അവൾ നിർബന്ധിച്ചതല്ല എന്ന് പറയാം. ഞാനാണ് അവളെ നിർബന്ധിച്ചത് എന്ന് പറയാം. ഇവിടെ വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറയാൻ അങ്ങനെയല്ല ഈ വിഷയം വരുന്നത്. മറിച്ച് അവൾ സ്വന്തമായിട്ട് വഴിപ്പെട്ടതാണ്, അവളാണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ ക്ഷണിച്ചു എന്ന നിലക്ക് നമ്മൾ ആ ഭർത്താവിനോട് പറയുമ്പോൾ അവൾ എന്നെ ക്ഷണിച്ചു എന്നതിനെ മറച്ചു വെച്ചുകൊണ്ട് ഞാനാണ് അവളെ നിർബന്ധിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു കള്ളം പറയാം എന്നാണ്. ജായിസാണ്, അനുവദനീയമാണ്. ഏഴാമത്തത് സത്യനിഷേധികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ യുദ്ധത്തിൽ അതുപോലത്തെ വിഷയങ്ങളിലൊക്കെ സത്യനിഷേധികളായ ആളുകൾക്കിടയിൽ അവരുടെ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നത്തിൽ മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കള്ളം പറയൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം അവിടെ കള്ളം പറയാമെന്നാണ്. സത്യനിഷേധികൾക്കിടയിൽ തഫ്രീഖിന് വേണ്ടിയിട്ട് അവർക്കിടയിൽ ചിലപ്പോൾ സത്യനിഷേധികൾ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങൾക്ക് ചിലപ്പോൾ അത് വലിയ പ്രശ്നമാകും യുദ്ധത്തിലൊക്കെ. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അവരെ ഒന്ന് ഭിന്നിപ്പിച്ചുകൊണ്ട് രണ്ടാക്കിയാൽ യുദ്ധത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് വലിയ ഒരു പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ സാധിക്കും. നമുക്ക് വലിയൊരു ഭാരം എതിർകക്ഷികളുടെ ഭാഗത്തുനിന്ന് വലിയൊരു ഭാരം കിട്ടില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കള്ളം പറയൽ അനുവദനീയമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എട്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, എട്ടാമത്തെ കാര്യം തെമ്മാടിയായ ഒരു ലോലിമായ ഫാസിഖായ ഒരാൾ, പരസ്യമാക്കി നടക്കുന്ന തെമ്മാടിത്തരം പരസ്യമായി ചെയ്തെടുക്കുന്ന ഒരാൾ. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ അവൻ ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ പോലും നമ്മളത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ചില സാഹചര്യം ഉണ്ടാകും. നമ്മൾ ചിലപ്പോൾ അത് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കള്ളം പറയൽ അനുവദനീയമാണ്. അപ്പോൾ കള്ളം പറയൽ കൊണ്ട് ശരീഅത്തിൻ്റെ ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളൂ. കള്ളത്തെ കള്ളമായിട്ട് തന്നെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കള്ളം പറയാതിരിക്കുക എന്ന് പറയുന്ന സുന്നത്താണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് മരണം വരെ സുന്നത്തിനെ കൊണ്ടു നടക്കാൻ പറ്റും. കള്ളം പറയാതിരിക്കുക എന്ന് പറയുന്ന ഉറക്കത്തിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റിയ വിഷയമാണ് കള്ളം പറയാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ കള്ളം പറയാതിരിക്കുക എന്നുള്ളത് വളരെ സുന്നത്തായ ഒരു കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കളവ് പറയൽ അനുവദനീയമായ നേരത്തെ പറഞ്ഞ സന്ദർഭത്തിൽ പോലും നോമ്പുകാരൻ കളവ് പറയാതിരിക്കൽ സുന്നത്താണല്ലോ. അപ്പോൾ ആ സുന്നത്ത് നോമ്പുകാരന് പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട്. നോമ്പുകാരനാണെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവനക്ക് സുന്നത്തിൻ്റെ കൂലി ലഭിക്കും. ജീവൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളാകുമ്പോൾ അവിടെ ജീവനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. പക്ഷേ അനുവദനീയമായ കളവ് പറയും നേരത്തെ പറഞ്ഞ 8 അനുവദനീയമായ സാഹചര്യങ്ങളുണ്ടല്ലോ, ആ സാഹചര്യങ്ങളിൽ നോമ്പുകാരനായ വ്യക്തിയാണെങ്കിൽ അവനക്ക് ഏറ്റവും നല്ലത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കള്ളം പറയാതിരിക്കുക എന്നുള്ളതാണ്. കള്ളം പറയൽ അനുവദനീയമാണെങ്കിൽ പോലും കള്ളം പറയാതിരിക്കുക എന്നുള്ളതാണ് നോമ്പുകാരനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് എന്ന് ബുശ്റുൽ കരീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട്. ഗസാലി റഹിമഹുല്ല പറയുന്നത്, സത്യം പറഞ്ഞാലും കളവ് പറഞ്ഞാലും നേടാൻ പറ്റുന്ന ഏത് നല്ല കാര്യത്തിനും കളവ് ഹറാമാണ് എന്നാണ്. അപ്പോൾ കളവ് ഏത് നിലക്കും ഹറാമാണ് എന്ന് പറയുന്നു. കളവ് പറഞ്ഞാൽ മാത്രമേ നേടാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ അത് അനുവദനീയമായ കാര്യമാണെങ്കിൽ പോലും കളവ് പറയൽ അനുവദനീയവും നിർബന്ധമായ കാര്യമാണെങ്കിൽ കളവ് പറയൽ നിർബന്ധവുമാണ് എന്ന് യഹ്യയിലേക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷർവാനിയിലും ഈ ആനത്തിലൊക്കെ നമുക്ക് ഈ വിഷയം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും കളവ് നമ്മുടെ മുഅ്മിനീങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒട്ടും യോജിച്ചതല്ല എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കണം. അനുവദനീയമായ ചില സാഹചര്യങ്ങൾ ശരീഅത്ത് വെച്ചിട്ടുള്ളത് കളവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കള്ളം പറയലാണ് നല്ലത് എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മളൊരു നമ്മൾ ആക്രമിക്കാൻ വരികയാണ്, നമ്മളെ കൊല്ലാൻ വരുന്ന സമയത്ത് നമ്മൾ കള്ളം പറയുന്നത് നിർബന്ധമാണ്. കാരണം ശരീരത്തിൻ്റെ ജീവനെ സംരക്ഷിക്കൽ മുഅ്മിനായ മനുഷ്യൻ നിർബന്ധമാണ്. നമ്മൾ നമ്മൾ ആക്രമിക്കാൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ അത്തരം സാഹചര്യങ്ങളിൽ കള്ളം പറഞ്ഞാൽ ആ അക്രമി ഈ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്മാറും എന്നുള്ള നല്ലൊരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ആൾ കള്ളം പറയൽ കൊണ്ട് അവിടെ നടക്കുന്നത് വലിയൊരു നല്ലൊരു കാര്യമാണ്. ആ നല്ല കാര്യത്തിനാണ് ശരീഅത്ത് പ്രോത്സാഹനം കൊടുക്കുന്നത്, കള്ളത്തെ പ്രോത്സാഹിപ്പിക്കലല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ നോമ്പുകാരനെ സംബന്ധിച്ച് നോമ്പുകാരൻ എപ്പോഴും നാവിനെ സൂക്ഷിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ വളരെ പ്രതിഫലമുള്ളതാണ്. അതുകൊണ്ട് നോമ്പുകാരനെ സംബന്ധിച്ച് ഈ കളവ് പറയൽ നിർബന്ധമാകുന്ന സാഹചര്യം ഒഴിച്ച് ബാക്കി പറയുന്ന 8 സാഹചര്യങ്ങളുണ്ടല്ലോ, അനുവദനീയമായ സാഹചര്യങ്ങൾ, ആ സാഹചര്യത്തിൽ പോലും സത്യം പറയൽ സുന്നത്താണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും കള്ളം പറയാതിരിക്കുക എന്നുള്ളതും ഒരു മുഅ്മിനീൻ്റെ ക്വാളിറ്റിയാണ്. ഒരു സാഹചര്യത്തിലും അനുവദിക്കപ്പെട്ട സാഹചര്യത്തിൽ പോലും കള്ളം പറയാതിരിക്കുക. അവർ ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്ന ഒരു ദിനം ആഘോഷിച്ചുകൊണ്ട് അന്ന് ഒരാളെ പ്രാങ്ക് ചെയ്തുകൊണ്ട് ഒരാളെ പറ്റിക്കുക, ഒരാളെ വഷളാക്കുക എന്നീ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രാങ്കൊക്കെ അതിൽ പെടുന്ന കാര്യങ്ങളാണ്. ഒരാളെ പ്രാങ്ക് ചെയ്തുകൊണ്ട് പറ്റിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കുക എന്നുള്ളത് മുഅ്മിൻ ഒരിക്കലും യോജിച്ചതല്ല. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയും അത്തരം സാഹചര്യം വരുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ കാരണമായിട്ട് ലോകത്ത് ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല. അത് വലിയ പാപമാണ്.
ഖുർആനിലെ ഹദീസിലൊക്കെ ഈ കള്ളം പറഞ്ഞുകൊണ്ട് ലോകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെ രൂക്ഷമായ രൂപത്തിൽ ഇസ്ലാം മതം വിമർശിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു പാരത്രിക ജീവിതത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ചിന്തിക്കൽ വളരെ അനിവാര്യമാണ്. ഒരാൾ കള്ളം പറഞ്ഞുകൊണ്ട് അത് ലോകമെമ്പാടും പ്രചരിപ്പിക്കുക, അങ്ങനെ ഉള്ള ഒരാൾക്ക് ശിക്ഷയായിട്ട് പറയപ്പെടുന്നത് യുഷർഷർ ഷിദുഖുഹു ഇലാ ഖഫാഹു വമൻഖിറുഹു ഇലാ ഖഫാഹു വഐനുഹു ഇലാ ഖഫാഹു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. അവൻ്റെ വായ, അവൻ്റെ ചുണ്ടുകൾ പിന്നിലേക്ക് വരെ കീറപ്പെടും, ചുണ്ടുകളും വായയൊക്കെ പിറകിലേക്ക് ഇങ്ങനെ കീറപ്പെടും, അവൻ്റെ മൂക്കും കണ്ണുമെല്ലാം കീറപ്പെടും. ഇത് ഖിയാമത്ത് നാൾ വരെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ജീവിതത്തിൽ കള്ളം പറയുന്ന ആൾക്ക് ഇത്തരത്തിൽ വലിയ അവഹേളിക്കപ്പെടുന്ന വേദനിക്കുന്ന ശിക്ഷ ഉണ്ട് എന്നാണ്. മാത്രമല്ല, കള്ളം പറയുന്നവൻ അവൻ സ്വയം പോകുന്നത് നരകത്തിലേക്കാണ്. ഹദീസിൽ കാണാൻ പറ്റും, ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കള്ളം പറയൽ കൊണ്ട് ഒരാൾ തമ്മാടിത്തരത്തിലേക്കാണ് പോകുന്നത്, ഒരാൾ തമ്മാടിയായി പോവുകയാണ്. ജീവിതത്തിൽ കള്ളം ഇങ്ങനെ തമാശക്കാണെങ്കിൽ പോലും കള്ളം പറഞ്ഞ് അയാൾ ഒരു ഫാജിറായ ഒരു മനുഷ്യനായിട്ട് മാറും. വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, ആ തമ്മാടിത്തരം അവനെ നരകത്തിലേക്ക് നയിക്കുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തമ്മാടിത്തരം ഇങ്ങനെ കൂടിയിട്ട് ആ തമ്മാടിത്തരം കാരണത്താൽ ഇവൻ നരകത്തിലേക്ക് പോകുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഇത് കാണാൻ പറ്റുന്നത്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. കാദിബായ, കള്ളം പറയുന്ന സത്യനിഷേധിയായിട്ടുള്ള, ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ ഈ കള്ളങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ, വെറുതെ ഇങ്ങനെ നാവെടുത്താൽ തൊള്ള തുറന്നാൽ കള്ളം പറയുന്ന ആളുകൾ, ഇന്നല്ലാഹ ലാ യഹ്ദി, അല്ലാഹ് അവൻക്ക് സന്മാർഗം കൊടുക്കൂല, അല്ലാഹ് അവൻക്ക് മാർഗദർശനം കൊടുക്കൂല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു വചനം വരുന്നുണ്ട്, ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കള്ളന്മാർക്ക് അള്ളാഹുവിൻ്റെ കോപം ലഭിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹുവിൻ്റെ ശാപം ലഭിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹിൻ്റെ ശാപം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയൊരു ശിക്ഷ വേറെയില്ല. അള്ളാഹിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ, അള്ളാഹ് ശപിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശിക്ഷ വേറെയില്ല. ഈ ഒരു ശിക്ഷ ലഭിക്കുന്നത് അലൽ കാദിബീൻ, കള്ളം പറയുന്നവർക്കാണ്. മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, മുനാഫിഖീങ്ങളെ അടയാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആയത്തുൽ മുനാഫിഖ് സലാസിൻ എന്ന് പറഞ്ഞുകൊടുത്ത് പറയുന്നുണ്ട്, ഇദാ ഹദ്ദസ കദബ, ആ മുനാഫിക്കിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് സംസാരിക്കുമ്പോൾ അവൻ കള്ളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സംസാരത്തിൽ തമാശക്കാണെങ്കിൽ പോലും കള്ളങ്ങനെ അമിതമായ രൂപത്തിൽ കള്ളങ്ങനെ പറയുക. ഈ കള്ളം പറയുക എന്ന് പറയുമ്പോൾ, ഈ പ്രാങ്ക് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലൊക്കെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ കള്ളനായിട്ട് രേഖപ്പെടുത്തപ്പെടുന്ന ഒരാളിങ്ങനെ കള്ളങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ കള്ളനായിട്ട് രേഖപ്പെടുത്തപ്പെടും. മാത്രമല്ല, കള്ളം പറയുന്നവൻ്റെ നന്മകളൊക്കെ നഷ്ടമാകും. കള്ളം പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകും. സത്യനായ ഒരു മനുഷ്യനായിട്ട് ഒരാൾക്ക് മാറിയാൽ, സത്യം പറയുന്ന ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ അവനെ സ്വാലിഹീങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുകയും സ്വർഗത്തിലേക്ക് അവൻ എത്തിക്കുകയും ചെയ്യുമെങ്കിൽ, കള്ളനായ ഒരാൾ ഫാസിഖിൻ്റെ ഗണത്തിൽപ്പെടുകയും ഫാജിറിൻ്റെ ഗണത്തിൽപ്പെടുകയും അവൻ പിന്നീട് നരകത്തിലേക്ക് പോവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, കള്ളം പറഞ്ഞാൽ ദുനിയാവിൽ അവൻ്റെ വാക്കിനൊരു വിശ്വസ്തതയും ഉണ്ടാവില്ല. കള്ളം ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളാണെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പുലി വരുന്നേ എന്ന് പറയുന്ന ഒരു കഥ നമ്മൾ കേൾക്കാറുണ്ട്. ഒരു ഗ്രാമീണനായൊരു വ്യക്തി ജനങ്ങളെ പറ്റിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുലി വരുന്നേ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിളിച്ചുണർത്തുകയും ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തു. അങ്ങനെ യഥാർത്ഥത്തിൽ പുലി വന്ന സമയത്തും ഇയാൾക്ക് പുലി വരുന്നേ എന്ന് പറയേണ്ടി വന്നപ്പോൾ അയാൾ തമാശയായിട്ട് നമ്മളെ പറ്റിക്കാമെന്ന് വിചാരിച്ചു. പുലി വന്നുകൊണ്ട് ഇയാളെ കടിച്ചു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കള്ളം പറഞ്ഞ് വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ ആളുകൾ നമ്മെ വിശ്വസിക്കില്ല, നമ്മുടെ കൂടെ നിൽക്കില്ല. മാത്രമല്ല, ആഖിറത്ത് ചെല്ലുന്ന സമയത്ത് കള്ളം പറയുന്ന ആളുടെ മുഖം കീറുന്ന ഒരു സാഹചര്യമുണ്ട്, നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്, അള്ളാഹുവിൻ്റെ ശാപം കിട്ടും, നമുക്ക് ഹിദായത്ത് ലഭിക്കില്ല. അത് മുനാഫിഖിൻ്റെ ലക്ഷണമാണ്, കള്ളനായിട്ട് അവനെ രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് ഈ ഏപ്രിൽ ഫൂൾ പോലെയുള്ള ദിവസങ്ങളിൽ പോലും, തമാശക്കാണെങ്കിൽ പോലും നമ്മൾ കള്ളം പറയുന്നത് ഒഴിവാക്കണം. തമാശക്കാണെങ്കിൽ പോലും കള്ളം പറയുന്നവന് നാശമുണ്ട് എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശക്ക് പോലും കള്ളം പറയാൻ പാടില്ല. അത് ജീവിതത്തിൽ വളരെയധികം ഗുണം കിട്ടുന്ന കാര്യമാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഉമ്മ കൊടുക്കുന്ന ഉപദേശമുണ്ട്, മോനെ ഒരിക്കലും കള്ളം പറയരുതേ എന്ന് ഉപദേശിക്കുന്നുണ്ട്.
കള്ളം പറയരുതേ എന്ന് ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് മകൻ്റെ പോക്കറ്റിലേക്ക് കുറച്ച് പണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടത്തിലുള്ള ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കെ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട്. ആ ആളുകളുടെ കൂടെ ഇങ്ങനെ പഠിക്കാനോ മറ്റു സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര പോകുന്നതിനിടെ വഴിയിൽ കൊള്ളക്കാർ തടഞ്ഞു വെക്കുകയും എല്ലാവരുടെയും പണം എടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ കുഞ്ഞിനോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ പണമുണ്ടോ എന്ന് ചോദിച്ചു. സ്വാഭാവിക ചെറിയ കുഞ്ഞാണ്. സ്വാഭാവിക കൊള്ളക്കാരായ ആളുകൾ ഈ കുഞ്ഞിനെ വളരെ നിസ്സാരവൽക്കരിക്കും. കുഞ്ഞിൻ്റെ കയ്യിൽ ഒത്ത വലിയ കാശൊന്നും ഉണ്ടാവില്ല, ചെറിയ കുഞ്ഞാണല്ലോ. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ കൊള്ളത്തലവനായ ആൾ കുഞ്ഞിനോട് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, പണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കള്ളം പറയാതെ തൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടുന്ന് ഒരു നയാ പണം പോലും നഷ്ടപ്പെടില്ലായിരുന്നു. പക്ഷെ തമാശക്ക് പോലും കള്ളം പറയാനുള്ള ഒരു സാഹചര്യം ഒരുക്കാതെ ഉള്ള പണം എടുത്തു കൊടുത്തപ്പോൾ ആ നന്മ കാരണത്താൽ ആ കൊള്ളത്തലവന് മാനസാന്തരം സംഭവിച്ചു. ചെറിയ കുഞ്ഞു പോലും ചെറിയ രൂപത്തിലുള്ള കള്ളം പറയാൻ പോലും ഭയക്കുന്നുവല്ലോ എന്നാലോചിച്ചുകൊണ്ട് ആ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ആ ഒരു സത്യസന്ധത കണ്ടുകൊണ്ട് അയാൾ തൗബ ചെയ്തുകൊണ്ട് നന്നായി എന്നൊക്കെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഏത് സാഹചര്യത്തിലും സത്യം പറയാൻ മാത്രം നമ്മുടെ നാവിനെ നമ്മൾ ശീലിപ്പിക്കണം. ആ ശീലിപ്പിക്കലിലൂടെ നമുക്ക് നല്ലൊരു ഉത്തമ സമുദായത്തെ വാർത്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും അറിയുന്ന നഗ്നമായൊരു സത്യം, ആ സത്യത്തെ നമ്മൾ എന്തെങ്കിലും കാരണത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു കള്ളം പറഞ്ഞാൽ നമ്മളിലുള്ള വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു പോകും. നമ്മളെ പിന്നെ ഒരാളും വിശ്വസിക്കില്ല. ജനങ്ങൾക്കിടയിൽ നമ്മൾ അവിശ്വസനീയമായ സാഹചര്യത്തിലുള്ള ഒരാൾ എന്ന് പറയപ്പെടും. അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയപ്പെടും. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും എത്തിക്കരുത്. മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു അൽ അമീനാക്കിയിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ നുബുവത്തിൻ്റെ മുമ്പ് 40 വയസ്സ് വരെ അൽ അമീൻ എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കപ്പെട്ടതായിട്ടൊക്കെ നമുക്കറിയാം. അൽ അമീൻ യഥാർത്ഥത്തിലുള്ള സത്യം പറയുന്ന സത്യസന്ധനായ മികച്ച ആൾ എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തമാശക്ക് പോലും കള്ളം പറയിപ്പിക്കാതെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തു. അങ്ങനെ ജനങ്ങളോട് എന്ത് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലേക്ക് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഷ്കരിക്കപ്പെട്ടതിന് ശേഷമാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് കൊടുക്കുന്നതും ദീനിൻ്റെ പ്രചരണത്തിൻ്റെ ചുമതല കൊടുക്കുന്നതും. അപ്പോൾ ആളുകളൊക്കെ വിശ്വസിക്കും. സ്വാഭാവികമായിട്ടും 40 വയസ്സ് വരെ തമാശക്ക് പോലും കള്ളം പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 40 വയസ്സ് വരെ ഒരു കള്ളവും പറയിപ്പിക്കാതെ, നാവ് കൊണ്ട് തമാശക്ക് പോലും കള്ളം പറയിപ്പിക്കാത്ത രൂപത്തിൽ അള്ളാഹു ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തുകൊണ്ട് ഈ കാണുന്ന രൂപത്തിലേക്ക് ഇസ്ലാം മതത്തെ അള്ളാഹ് വളർത്തി. 40 വയസ്സിന് ശേഷം റസൂലുള്ളാഹ് ജീവിതത്തിൽ അതിന് മുമ്പാവട്ടെ ശേഷമാകട്ടെ തമാശക്ക് പോലും കള്ളം പറഞ്ഞിട്ടില്ല. അത് കപടൻ്റെ ലക്ഷ്യമാണ്. കപടനായ ഒരാൾ ഒരു ദീനിനെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആരെ വിശ്വസിക്കാം എന്ന രൂപത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ അടയാളമായിട്ടുള്ള സത്യസന്ധത എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ കൊണ്ടുവരിപ്പിച്ചു. അതുമൂലമാണ് ഇസ്ലാം ഇങ്ങനെ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തമാശക്ക് പോലും കള്ളം പറയാതിരിക്കുക, തമാശക്ക് പോലും മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കുക. പ്രാങ്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതിൽ എത്ര വലിയ ശിക്ഷയുണ്ടെന്നറിയാം. ഒരാളെ സംബന്ധിച്ച് ഈബത്ത് പറയുക, നമീമത്ത് പറയുക, വ്യഭിചാരത്തിൻ്റെ ആരോപണം പറയുക, അവനെ പറ്റിയിട്ട് മോശമായ കാര്യം പ്രചരിപ്പിക്കുക, എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ വലിയ തെറ്റാണ്. ചെറിയൊരു സുഖത്തിന് വേണ്ടി, നൈമിഷികമായ സുഖത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും കള്ളം പറഞ്ഞുകൊണ്ട് നമ്മളൊരു കള്ളനായിട്ട് മാറരുത്. ഏപ്രിൽ ഫൂളിൻ്റെ ദിനത്തിൽ മാത്രമല്ല, അതൊക്കെ യൂറോപ്യൻ കൺട്രികളിൽ നിന്ന് വന്നിട്ടുള്ള ഓരോ തരം ആചാരങ്ങളാണ്. ആ ആചാരങ്ങൾക്ക് പിറകെ പോയിട്ട് നമ്മളെ ഈമാനെ ഒരിക്കലും കളങ്കപ്പെടുത്താനും നഷ്ടപ്പെടുത്താനും പാടില്ല.